നാടുകളിൽ മാറ്റമെന്നുള്ള ചങ്കുറത്തോടുകൂടി വിളിച്ചു പറഞ്ഞ് വർഗീയതയുമായി ഏറ്റുമുട്ടി മരിക്കേണ്ടി വന്നാൽ വീരാളിപ്പെട്ടത് വെച്ച് കിടക്കുമെന്ന് അഭിമാനത്തോടുകൂടി നെഞ്ചത്ത് പറഞ്ഞു പ്രകമ്പനം കൊള്ളിച്ച് മറുപടി പറയുന്ന സമരനായകൻ ആരാധനായ പ്രതിപക്ഷ നേതാവ് രക്തസാക്ഷികളുടെ ഫണ്ട് പിടിക്കും. പക്ഷേ അതിനെ സംബന്ധിച്ച് കണക്ക് ചോദിക്കാൻ ആർക്കും അധികാരമില്ല. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അതിനെ സംബന്ധിച്ച് ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? ഗോവിന്ദ മാഷ് പറഞ്ഞത് ഫണ്ടിനെ കുറിച്ച് എത്ര രൂപ പിരിച്ചു, എത്ര ചെലവഴിച്ചു, എത്ര കിട്ടി എന്ന് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. സ്നേഹിതരെ, CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന ജീർണതയുടെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ ജീർണത ഇങ്ങനെ പുസ്തകം എഴുതാൻ തുടങ്ങിയാൽ അടുത്ത പുസ്തകം ഉടനെ വരും. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണം കെട്ട ആളുകളെ അവരെ സംരക്ഷിക്കുന്ന പിണറായിയുള്ള പുസ്തകം 10 നേതാവ് ശ്രീ വി ഡി സതീശൻ, വേദിയിലെ നമ്മുടെ പ്രിയപ്പെട്ട MLA KK രമ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, ഷാനി മോൻ ഉസ്മാൻ അടക്കമുള്ള ഒട്ടനവധി നേതാക്കന്മാർ വേദിയിലുണ്ട്. അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെയിലിനെ വകവെക്കാതെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ചുമലിലേറ്റി ഈ വേദിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുമ്പോൾ വഴിയിലുടനീളം ആളുകൾ ഈ പുതുകയാത്രക്ക് അഭിവാദ്യങ്ങളുമായി വന്നു ചേരുന്നുണ്ടെങ്കിൽ വടകരയുടെ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് നമ്മുടെ വിജയത്തിന് വേണ്ടി നമുക്കൊപ്പം നിൽക്കുമെന്നുള്ളതിന്റെ ഉറച്ച പ്രഖ്യാപനം തന്നെയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്രയുടെ തിക്കും തിരക്കുമുണ്ട്. അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കുമല്ല. ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ യാത്ര എവിടെയും വിഭാഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വർഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല. ഈ യാത്ര കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോകുന്ന ഒരു യാത്രയല്ല. ഈ യാത്ര നാടിനെ മുടിപ്പിക്കുന്ന ഒരു യാത്രയല്ല. ഈ യാത്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന PR എക്സസൈസിന്റെ സൃഷ്ടികളല്ല. ഈ യാത്ര സംസ്ഥാനം ഭരിക്കുന്ന ഒരാൾ 140 മണ്ഡലങ്ങളിലും ചെന്നാൽ അതിന്റെ പേരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു വിട്ടിട്ടുള്ള യാത്രയില്ല. ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ നാടിനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രയാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ യാത്ര സംവദിക്കുന്നത് ആരോടാണ്? ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോ ഇതാ ദേശീയപാതയുടെ നിവേദനങ്ങൾ ഇവിടെ നൽകപ്പെടുകയാണ്. ഈ യാത്ര കുറ്റ്യാടിയിൽ ചെല്ലുമ്പോ അവിടുത്തെ നാളികേര കർഷകരുടെ പ്രയാസങ്ങൾ ചർച്ച ചെയ്യുകയാണ്.
ഈ യാത്ര നാദാപുരത്ത് എത്തുമ്പോ വന്യമൃഗശല്യമുള്ള ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആളുകൾ വരികയാണ്. ഈ യാത്ര കടന്നു വന്ന വഴികളിലുടനീളം പ്രതിപക്ഷ നേതാവുമായി ജനങ്ങൾ നടത്തുന്ന സംവാദത്തിൽ മുഴുവൻ ജനകീയ പ്രശ്നങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നുച്ചക്കും വന്ന് കണ്ടു. അതിലെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഇതിനൊരു മാറ്റം വരാൻ നിങ്ങൾ വന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാക്കണമെന്ന് നമ്മുടെ നേതാക്കന്മാരോട് പറയുമ്പോ, പ്രതിപക്ഷ നേതാവിനോട് പറയുമ്പോ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. എന്താ ഒരു കാര്യം? ജനങ്ങൾ നമ്മളെ വിശ്വസിച്ചതായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. എന്നാൽ ജനങ്ങൾ നമ്മളെ അർഹിച്ച ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അവര് അർപ്പിച്ച വിശ്വാസത്തെയും അവരേൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തെയും അതിനെ ജനങ്ങളുടെ മുമ്പിൽ നിറവേറ്റുമെന്നുള്ള വാക്കാണ്, എന്ന വാഗ്ദാനമാണ്, എന്ന ഉറപ്പാണ്, എന്ന നടപടികളിലേക്കുള്ള കൃത്യമായ മാർഗരേഖകളാണ് ഈ പുതുയുഗ യാത്രയുടെ പ്രത്യേകത. ഞാൻ പറഞ്ഞു, ഇവിടെ വിഭാഗീയത പറഞ്ഞ ആളെ കൂട്ടുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു, ഈ വേദിയിൽ വന്ന് CPIM-ന്റെ പാർട്ടി സെക്രട്ടറി ജാഥ നയിച്ചുകൊണ്ട്, വികസന ജാഥ എന്ന പേരിൽ ജാഥ നയിച്ചുകൊണ്ട് ഈ വേദിയിൽ വന്നിട്ട് ഇവിടെ വടകരയിൽ വന്ന് ഇതേ വേദിയിൽ പന്തലിട്ടുകൊണ്ട് പ്രസംഗിക്കുമ്പോ പറഞ്ഞത്, വൈകുന്നേരം കസേര നിരത്തി ആളുകളെ ഇരുത്തി പറഞ്ഞത് ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. ഞാനൊരു കാര്യം ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളോട് പറയുന്നു, നിങ്ങൾ ആ ചാപ്പ കുത്താൻ കഴിഞ്ഞ 2 വർഷക്കാലമായി നടത്തുന്ന ആ ശ്രമങ്ങളിൽ ഒന്നിന് ഏതാണ്ട് 2 വർഷത്തിന്റെ പഴക്കമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, ആ സ്ക്രീൻഷോട്ടിന്റെ കാഫർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ വർഗീയതയുടെ ചാപ്പ ഞങ്ങളുടെ മേലെ ചുമത്താൻ, ഞങ്ങളുടെ മേലെ കുത്താൻ നിങ്ങൾ ആഞ്ഞു ശ്രമിച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴും കേരളം ഈ സെക്കൻഡിലും ഭരിക്കുന്നത് CPM തന്നെയല്ലേ? ആ CPM-ന്റെ സെക്രട്ടറി തന്നെയല്ലേ ഗോവിന്ദ മാഷ്? ആ പാർട്ടിയുടെ തീരുമാനപ്രകാരമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നത്? അദ്ദേഹം തന്നെയല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും? ഈ വടകരയുടെ മണ്ണിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ എന്താണ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിന്റെ പോലീസിന് കഴിയാതെ പോയത് എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഈ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതല്ല, കണ്ടെത്താത്തതിന്റെ കാരണം അത് ഞങ്ങളുടെ കുഞ്ഞല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ്. അവിടെയാണ് ഈ യാത്രയും ആ യാത്രയും തമ്മിലുള്ള പ്രത്യേകത, അതിന്റെ വ്യത്യാസങ്ങൾ. അത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയും 2 യാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, 2 യാത്രയും അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്, 2 യാത്രയും ജനങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ചപ്പാട് എന്താണ്, 2 യാത്രയുടെ നായകരും ജനങ്ങളോട് സംവദിക്കുന്നത് എന്താണ്, ആരാണ് പുതിയുഗ യാത്ര സിന്ദാബാദ്, പുതിയുഗ യാത്ര സിന്ദാബാദ്, സംഘപരിവാർ BJP എവിടെ ചെന്നാലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കും, വിദ്വേഷ പ്രസംഗം നടത്തും, ശത്രുക്കളാക്കും, കലാപങ്ങൾ ഉണ്ടാക്കും. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കും. ചേട്ടൻ ബാവ ഡൽഹിയിൽ പോകുന്ന അതേ പാതയിൽ അനിയൻ ബാവ കേരളത്തിലും പോവുകയാണ്.
തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനായി. എനിക്ക് പിണറായി വിജയന്റെ 35 ദിവസത്തെ പ്രസംഗം ഓർമ്മയുണ്ട്. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞത് കാപട്യമാണെന്ന് അവർ വോട്ട് ചെയ്തില്ല. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി. ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിന് ഇന്റർവ്യൂ, കേരളത്തിലെ മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ച്. തുടർച്ചയായി സൂചിപ്പിച്ചതുപോലെ AK ബാലന്റെ പ്രസ്താവന, അതിന്റെ പുറകെ സജി ചെറിയാന്റെ പ്രസ്താവന, CPM നേതാക്കളുടെ പ്രസ്താവന. പിന്നെ പറഞ്ഞ് ഈ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വർഗീയ പ്രസംഗം നടത്തുന്നവർക്ക് കൊണ്ട് പൊന്നാട നീക്കും, അവരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മൊത്തം കൺഫ്യൂഷനായി. ആരുമില്ല കൂടെ, ഭൂരിപക്ഷം ഇല്ല കൂടെ, ന്യൂനപക്ഷം ഇല്ല കൂടെ. എന്നിട്ടും വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്, തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർ. അവരുടെ കയ്യിലേക്ക് CPM തീപ്പന്തം എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, UDF ഉള്ള കാലത്തോളം ഒരാളും ഇനി വർഗീയത പറയാൻ കേരളത്തിൽ സമ്മതിക്കില്ല. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. മതേതര കേരളമാണിത്. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും 4 വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയത പറയില്ല. വർഗീയത പറയുന്നവനെ എതിർക്കുക തന്നെ ചെയ്യും. വിട്ടുവീഴ്ചയില്ലാത്ത, കോംപ്രമൈസ് ഇല്ലാത്ത അതിശക്തമായ നിലപാടാണ് ടീം UDF. കേരളത്തെ തകർക്കാൻ ഒരു ശക്തിയെയും നമ്മൾ സമ്മതിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഓർമ്മയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ കൊച്ചുമക്കളും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കേരളം ഉണ്ടാകണം. ആ കേരളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ കരുതുന്നത്, നമ്മുടെ അതിശക്തമായ ഈ മതേതര നിലപാട്, മതേതര കേരളം ഇരുകൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. കൊടുങ്കാറ്റുണ്ടാവും കേരളത്തിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് മുഴുവൻ ക്രിമിനലുകളും ഗുണ്ടകളും തെരുവിലാണ്, പലരും പരോളിലാണ്. TP ചന്ദ്രശേഖരന്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര പ്രാവശ്യമാണ് പരോള് കൊടുത്തത്? 1000-ത്തിലധികം ദിവസം പരോൾ കിട്ടിയ പ്രതികളുണ്ട്. പരോൾ, ഇത്രയും വലിയ ക്രൂരമായ കൊലപാതക കേസിലെ പ്രതികൾ. എന്താണ് പരോൾ കൊടുക്കാനുള്ള സംവിധാനം? ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അസുഖമുണ്ടാകണം, അപ്പോഴാണ് കൊടുക്കേണ്ടത്. 1000 ദിവസം എന്റെ ബന്ധുക്കൾ മരിച്ചോ? പിന്നെ ബന്ധുക്കൾ സീരിയസ് ആയി കിടന്നോ? കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? കാരണം പറഞ്ഞിരിക്കുന്നത്, ലിവിങ് വിത്ത് ദെയർ ഫാമിലി, കുടുംബത്തോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ടാണ് പരോൾ കൊടുക്കുന്നത്. ഒരു സ്ത്രീയുടെ, ഒരു കുടുംബത്തിന്റെ നാഥമില്ലാതാക്കിയിട്ടാണ് ആ പ്രതികൾക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ പരോൾ കൊടുക്കുന്നത്. നീ ജയിലിലാണെങ്കിൽ ഇതിനേക്കാൾ സുഖമാണ്, പുറത്ത് കിടക്കുന്നതിനേക്കാൾ സുഖമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ iPhone 17 വന്നപ്പോ തന്നെ അവർ പറഞ്ഞു iPhone വേണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് iPhone കൊണ്ടു കൊടുക്കും. ലേറ്റസ്റ്റ് iPhone അവന്മാർ ഉപയോഗിക്കും. ഭക്ഷണം തലേ ദിവസം പറയും, രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തണ്ടൂരി ചിക്കൻ, മറ്റേ സാധനം തലേ ആഴ്ച പറയും ബ്രാൻഡ്, അത് കൊണ്ടേ കൊടുക്കും. പുറത്തേക്ക് കൊണ്ടുപോയി നടന്നാൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറ്റി മദ്യവും ഭക്ഷണവും. എന്താ കാര്യം? CPM നേതാക്കൾക്ക് പേടിയാണ്. ഒരു ഗൂഢാലോചന ഉണ്ട് ആ കേസിൽ, ഇപ്പോഴും അറിയാം. അവരാ ഗൂഢാലോചനയുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ സ്റ്റേറ്റുകാരിൽ നടക്കുന്ന പല നേതാക്കളും ജയിലിൽ പോകും. അവരിവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പാവങ്ങളല്ലേ, ഒരു എയർ കണ്ടീഷൻ കൂടി വെച്ചു കൊടുക്കും, ഞാൻ അതിന്റെ കുറവേ ഉള്ളൂ ജയിലിൽ. പിന്നെ മുഖ്യമന്ത്രി അടുത്തൊരു പ്രസ്താവന നടത്തും, പുതിയ സാങ്കേതിക വിദ്യ കേരളം സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ നോക്കി പല സ്ഥലത്തും എവിടെയാണ് സാങ്കേതിക വിദ്യ സ്വീകരിച്ചിരിക്കുന്നത്, പുതിയ എന്ത് പദ്ധതി? അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, ജയിലിൽ കിടക്കുന്ന പ്രതികൾ പരോൾ കിട്ടാൻ വേണ്ടി DIGക്ക് കൈക്കൂലി ഗൂഗിൾ പേയിലാണ് അയക്കുന്നത്. ഇപ്പോഴാണ് സാങ്കേതിക വിദ്യ കേരളത്തിൽ എത്ര ഭംഗിയായിട്ടാണ് നടപ്പാക്കിയെന്ന് മനസ്സിലാക്കുന്നത്. കൈക്കൂലി ഗൂഗിൾ പേയിൽ അയക്കാൻ
ആദ്യമായി കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ സ്ഥലം കേരളമാണ്. പിണറായി വിജയൻ അഭിമാനിക്കുക. സാങ്കേതിക വിദ്യ സ്വീകരിച്ചു. നാണമില്ലേ പറയാ? വാട്സപ്പിൽ കൊട്ടേഷൻ അയക്കും. അവിടെ നിന്ന് ജയിലിൽ കിടന്ന് പുറത്തേക്ക് കൊട്ടേഷൻ, മയക്കുമരുന്ന് വ്യാപാരം, ഇതെല്ലാം നടത്തും. ഇങ്ങനെ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും നാടാക്കി ഇവർ കേരളത്തെ മാറ്റി. എന്നിട്ട് പാവങ്ങളെ കബളിപ്പിക്കും. 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപ പെൻഷൻ 2500 രൂപയാക്കി മാറ്റി. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടി. ഏത് പിന്നെ 2 മാസം കഴിഞ്ഞു 400 രൂപ കൂട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ നിങ്ങൾ പരീക്ഷിക്കരുത്. അവർ വിവരമുള്ളവരാണ്. അവരെന്ത് ചെയ്തു? ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അതാണ് നമ്മുടെ MM മണി സഖാവ് ഇടുക്കിന്ന് അവന്മാര് കൊള്ളരുതാത്തവന്മാര് നമ്മുടെ കാശും മേടിച്ച് അവർ പോയി UDF വോട്ട് ചെയ്തു. കൊള്ളരുതാത്തവരൊന്നുമല്ല, ബുദ്ധിയുള്ളവരാ. അവർക്കറിയാം ഈ 2 മാസം മാത്രമേ LDF പെൻഷൻ കൊടുക്കുള്ളൂ. അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം അവർക്കുണ്ട്. ഇവര് ഇപ്പോ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ CPM-ന് ലോട്ടറി അടിക്കുന്ന പോലെ. നിങ്ങൾ കണ്ടില്ലേ പയ്യന്നൂരിൽ ധനരാജ്, ഇവിടെ ഷാഫി പറഞ്ഞു, ആ രക്തസാക്ഷി കൊണ്ട് അടിച്ചു മാറ്റി ഈ പാർട്ടിക്കാർ. അത് ചോദ്യം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പുറത്തു. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ 3 നേതാക്കന്മാർ വെറുതെ സ്വർണം അടിച്ചു മാറ്റിയല്ല, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെ പറ്റിച്ചു. അയാൾക്കറിയില്ല ഇത് കള്ള മുതലാന്ന്. കോടികൾ വാങ്ങിച്ചു. എന്നിട്ട് ചെമ്പിൽ വ്യാജനൊരെണ്ണം ഉണ്ടാക്കി അതിൽ സ്വർണം പൂശി അവിടെ കൊണ്ടുവന്നു വെച്ചു. അങ്ങനെ സ്വർണവും ദ്വാരപാലക ശില്പവും അയ്യപ്പന്റെ കൊള്ള ചെയ്ത 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. അവർക്കെതിരെ നടപടിയില്ല. കുഞ്ഞികൃഷ്ണനെതിരായി നടപടി. എന്തൊരു വൈരുദ്ധ്യമാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.